അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 36 വഅൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം, വഫാത്തിന് ശേഷമാണിത് പറയുന്നത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അൻദുറു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കുന്നത് പോലെയുണ്ട്. യഹ്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഹിക്കായത്ത് ചെയ്യുന്നു. നബിയ്യം മിനൽ അംബിയായി, പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവാചകൻ, അതായത് ഒരു പ്രവാചകൻ ചെയ്തതായിട്ട് ഒരു പ്രവാചകൻ്റെ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിക്കായത്ത് ചെയ്യുന്നു. ഹിക്കായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ പറയുക, അതല്ലെങ്കിൽ ആ ചെയ്തതുപോലെ ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പറയില്ല, അതിനാണ് ഹിക്കായത്ത് എന്ന് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായ ഒരു അനുഭവം കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ തന്നെ ആ രംഗം വിശദീകരിക്കുകയാണ്. കാരണം അത്രത്തോളം ആ രംഗം അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, ആ പ്രവാചകന്മാരുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ലറബഹു ഖൗമുഹു, ആ പ്രവാചകൻ്റെ സമുദായം അടിച്ചിട്ടുണ്ട്. അദ്മൗഹു, അടിച്ചു എന്ന് മാത്രമല്ല, അടിച്ച കാരണം കൊണ്ട് അവർ ആ രക്തം ഒലിപ്പിച്ചു, അതായത് ആ ശരീരത്തിൽ നിന്നും രക്തം ഒലിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞ ഒരു രംഗമാണ്. ഒരു പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു. ആ പ്രവാചകൻ തൻ്റെ അനുയായികളോട് ദീനീ പ്രബോധനം നടത്തിയ കാരണം കൊണ്ട് മാത്രം അവർ വന്ന് ആ പ്രവാചകനെ അടിച്ച് രക്തം പൊട്ടിപ്പുറപ്പെടുന്നത് വരെ അടിച്ചു നിർത്തും. വഹുവ യംസഹുദ്ദമ അൻ വജിഹിഹി, വഹുവ, ആ പ്രവാചകൻ യംസഹു, എന്തു ചെയ്യുന്നു? തുടച്ചു മാറ്റുന്നു. അദ്ദമ, രക്തത്തിനെ, അൻ വജിഹി, തൻ്റെ മുഖത്തിൽ നിന്നും രക്തത്തിനെ തുടച്ചു മാറ്റുന്നു. അതായത് ഒരു പ്രവാചകനെ തൻ്റെ സമുദായം തന്നെ അടിച്ച് രക്തം വന്നു, ആ രക്തം വന്നിട്ട് തൻ്റെ മുഖത്തിൽ നിന്ന് രക്തം ഇങ്ങനെ എടുത്തു മാറ്റുന്നു, അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു, തുടച്ചു മാറ്റുന്നു. ആ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വയം യഹ്കി എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നർത്ഥം വരുന്നുണ്ട്. സംസാരിച്ചു, പറഞ്ഞു എന്നുണ്ട്. അതല്ലെങ്കിൽ നബി തങ്ങൾ ആ ഒരു രംഗം അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്തു. മുഖത്തിൽ രക്തം പുരണ്ട് ആ രക്തത്തിനെ മുഖത്തിൽ നിന്നും ഇങ്ങനെ എടുക്കുന്ന ഒരു രംഗം, തുടച്ചു മാറ്റുന്ന രംഗം. ആ സമയത്ത് എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുമ്മ, പടച്ചവനെ, യഗ്ഫിർ ലിഖൗമി, എൻ്റെ സമുദായത്തിന് നീ മാപ്പ് കൊടുക്കണം, ഫഇന്നഹും ലാ യഅലമൂൻ, അവർക്ക് തീർച്ചയായിട്ടും അറിയുകയില്ല, അവർ വിവരമില്ലാത്തവരാണ്. നമ്മൾ ഈ ഹദീസിനെ എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? സ്വബറിൻ്റെ അധ്യായത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 2-3 കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം പറയുമ്പോൾ തൻ്റെ മുഖത്തിൽ നിന്നും രക്തം ഇങ്ങനെ തുടച്ചു മാറ്റുന്നത് പോലെ കാണിച്ചു കൊടുത്ത് സ്വഹാബികളെ ഒരു പ്രധാനപ്പെട്ട രംഗം പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, ആ പ്രവാചകൻ ശരിക്കും എന്തിനാണ് അവിടെ അടികൊണ്ടത്? അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അടിച്ച കാരണം കൊണ്ട് രക്തം ശരീരത്തിൽ നിന്നും ഒഴുകി. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കൂ, എന്താണ് ആ പ്രവാചകൻ ചെയ്തത്?
അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ആ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഒരാൾ ക്ഷമിക്കുമ്പോൾ പല സ്റ്റേജും ഉണ്ട്. ഒരാൾ ക്ഷമിക്കുന്നു, ആ ക്ഷമിച്ച കാരണം കൊണ്ട് അയാൾ പ്രതികരിക്കാതിരിക്കുന്നു, അതും ഒരു ക്ഷമയുടെ ഭാഗമാണ്. അടികൊണ്ടു പ്രതികരിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് അടികൊണ്ടു എന്ത് ചെയ്യുക, അവർക്ക് ഞാൻ അഫു ചെയ്തിട്ടുണ്ട്, എന്നെ അടിച്ചത് പ്രശ്നമില്ല, ഞാൻ അവർക്ക് അഫു ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതും ഒരു ക്ഷമയുടെ രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് പറയാം. മൂന്നാമത്തെ സ്റ്റേജ് അവരിങ്ങോട്ട് അടികൊണ്ട ഉടനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതായത് തനിക്ക് വല്ല ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും അക്രമവും നേരിടുമ്പോൾ അവർ തെറ്റുകാരല്ല, അവർ ആക്രമിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പ്രവർത്തനത്തിന് എക്സ്ക്യൂസ് കാണുക. ഇത് വളരെ വിശേഷമായ, വളരെ അർത്ഥവത്തായ ക്ഷമയുടെ ഭാഗമാണ്. ചെറിയ ക്ഷമയൊന്നുമല്ല. തന്നെ ആക്രമിച്ചവർക്ക് വേണ്ടി അങ്ങോട്ട് ദുആ ചെയ്യുക, അവരുടെ ആക്രമണത്തിന് എക്സ്ക്യൂസ് കണ്ടെത്തുക. ഇത് വലിയ രൂപത്തിലുള്ള ഒരു ക്ഷമയുടെ ഭാഗമാണ്. മറ്റൊന്ന് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞു സ്വബർ എപ്പോഴും വേണ്ടത് സ്വതമത്തിൽ ഊല. ആ അക്രമം അതല്ലെങ്കിൽ അപഹാസ്യം എന്തുമാകട്ടെ, അത് കിട്ടിയ ഉടനെ നമുക്ക് ക്ഷമ വേണം. കാരണം നമ്മളെപ്പോഴും 110 എപ്പോഴാണ്, അതല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ചൂടാകുന്ന എപ്പോഴാണ്, ആ സംഭവം ഉണ്ടായ ഉടനെയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞു, ആ പരിഹാസ്യം അതല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് ഉണ്ടായ ഉടനെ ക്ഷമിക്കുക, അതാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന്. ഇവിടെ നോക്കൂ, ആ പ്രവാചകന് അറ്റാക്ക് ഉണ്ടായ ഉടനെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പിന്നെ ഈ പ്രവാചകൻ ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നവരുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദിൽ ഇങ്ങനെയുള്ളൊരു രംഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.